നമ്മൾ നോക്കാൻ പോകുന്നത് കോംപ്രിഹെൻസീവ് വൈവയുടെ കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെയാണ്. സോ ബേസിക്കലി കോംപ്രിഹെൻസീവ് വൈവ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷനാണ്. കാരണം വെച്ചാൽ നമുക്ക് ഡിഫൈൻഡ് ആയിട്ടൊരു സിലബസ് ഇല്ല ഇവിടെ. അപ്പോഴത്തേനും നമ്മൾക്ക് മാർക്ക് കുറയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ കുറച്ച് കുട്ടികൾ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതി. സോ ബേസിക്കലി കോംപ്രിഹെൻസീവ് വൈവയ്ക്കകത്ത് ചോദിക്കുന്നത് നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോർ സബ്ജക്ട്സിനകത്തുനിന്ന് S3 മുതൽ S8 വരെയുള്ള സബ്ജക്ട്സ് ബിലോങ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ നിന്നാണ് നമ്മളുടെ കോംപ്രിഹെൻസീവ് വൈവയുടെ ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്നത്. പിന്നെ ഇത് അഗൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻവിജിലേറ്റർ ആണ്. നമുക്കൊരിക്കലും ഈ ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ, ഇതൊക്കെയാണ് നമ്മൾക്ക് ചാൻസുകളുള്ള ക്വസ്റ്റ്യൻസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, നമ്മുടെ കോംപ്രിഹെൻസീവ് വൈവയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പക്ക ബേസിക്സിൻ്റെ ബേസിക്സിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും. സോ ഇതിന് നിങ്ങളുടെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം വളരെ കുറവായിരിക്കും. സോ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഒരിക്കലും 1 ക്രെഡിറ്റേ ഉള്ളൂ കോംപ്രിഹെൻസീവിന്. എന്നാലും നിങ്ങൾക്ക് ബെറ്റർ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, നിങ്ങൾക്ക് ഈ ഒരു S3 മുതൽ S8 വരെയുള്ള സബ്ജക്ട്സിനെ പറ്റിയൊരു ധാരണ വേണം. ഏത് S3യിലും ഏത് S4ലും ഏത് S5ലും ആണ് നിങ്ങൾ പഠിച്ചതെന്നുള്ളതിനെ പറ്റിയൊരു ധാരണ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇൻവിജിലേറ്റർ ചോദിക്കുക നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ഈസി എന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അപ്പോഴത്തേനും ആ ഒരു സബ്ജക്റ്റിനകത്തുള്ള കണ്ടൻറ്റും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം സീറോ പ്രിപ്പറേഷനോടെ നിങ്ങൾ പോവരുത്. അപ്പം നിങ്ങളുടെ ഒരു കോർ സബ്ജക്ട്സിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് സബ്ജക്ട്സിൻ്റെയിലും ടോപ്പിക്സ്, അകത്തുള്ള ടോപ്പിക്കുകളും ഏതാണ് സബ്ജക്റ്റ്, ഏത് സെമ്മിലാണ് പഠിച്ചതെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ വേണം. മിനിമം ഒരു 2 സബ്ജക്ട്സിൽ നിങ്ങളൊന്ന് വൃത്തിക്ക് നോക്കിയിട്ട് പോകണം. അടുത്തത് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഓത്തേഴ്സാണ്. അപ്പം ഞങ്ങൾക്ക് വൈവയ്ക്ക് വന്ന സാർ എന്ന് പറയുന്നത്, അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓത്തറിൻ്റെ പേര് ചോദിച്ചു. അപ്പം നമ്മൾ 4 ഇയേഴ്സായിട്ട് BTech ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുമ്പോഴത്തേനും ഒരു ഓത്തറിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരും അറിയത്തില്ല എന്ന് പറയുന്നത് വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അറ്റ്ലീസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു ഓത്തറിൻ്റെ പേരും എന്ന് വെച്ചാൽ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ റൈറ്റർ, ആ ഒരു ഓത്തറിൻ്റെ പേരും നിങ്ങൾ പഠിച്ചു വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ ഈ ഒരു കോംപ്രിഹെൻസീവിനകത്ത് അവർ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബേസിക്സും ഡെഫിനിഷൻസും ഒക്കെയാണ്. അപ്പം ഇതിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ബേസിക് ആയിട്ട് തോന്നും, നിങ്ങൾക്ക് ആൻസർ അറിയാമെന്ന് തോന്നും. പക്ഷെ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കിയേ, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ അതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കുക. സോ ഞങ്ങളുടെ ബാച്ചിൽ നിന്നും ഞങ്ങൾക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ്, ഞങ്ങൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് OS എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക് ഷെഡ്യൂളിംഗ്, ഷെഡ്യൂളിംഗ് ആൽഗോറിതംസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഇൻവിജിലേറ്ററായിട്ട് ഇപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞാലും ഞാൻ ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ OSലെ ഷെഡ്യൂളിംഗ്, ഡിസ്ക് ഷെഡ്യൂളിംഗ് എന്നൊക്കെ പറയുന്ന ഏരിയ. അത് കഴിഞ്ഞ് CN ഒക്കെ വരുവാണെങ്കിൽ സബ്നെറ്റ് മാസ്ക്, ക്ലാസ്സസ്, IP അഡ്രസ്, ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയയാണ് വരുന്നത്. പിന്നെ AAD എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് AVL ട്രീയുടെ ചോദിക്കാം, ഇൻസേർഷൻ, ഡെലീഷൻ ഓഫ് എ നോഡ്. പിന്നെ ബേസിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, എന്താണ് ബിഗ് ഒമേഗ, ബിഗ് തീറ്റ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ഇപ്പം സിലബസ് എടുത്തിട്ട് അപ്പം ഇതിനൊരു ടിപ്പെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് ബേസിക്സും ഡെഫിനിഷൻസും ഒന്ന് ഗോ ത്രൂ ചെയ്യാനായിട്ട് ഉള്ള ടിപ്പെന്ന് പറയുന്നത് നമ്മളുടെ സിലബസ് എടുക്കുക. സിലബസ് എടുത്തിട്ട് കോർ സബ്ജക്ട്സിൻ്റെ സിലബസ് ഒന്ന് വായിച്ച് നോക്കുക. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ സിലബസ് വായിക്കുന്നതിൻ്റെ ആ ടൈറ്റിലിനെ പറ്റി എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ സേഫ് സോൺ. അഥവാ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് ഒരു AVL ഇൻസേർഷൻ, എന്താണ് ഒരു AVL ട്രീയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒരു ബൈനറി ട്രീ, ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഒരു ബബിൾ സോർട്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റി കുറച്ച് ഐഡിയ ഉണ്ടാവണം. ബിക്കോസ് നിങ്ങളുടെ ഇൻവിജിലേറ്റർ ചോദിക്കുമ്പോഴത്തേനും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു പൊട്ടത്തരമല്ലാണ്ട് നിങ്ങൾക്കൊരു സോളിഡായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്. പിന്നെ ബേസിക് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ചില ഇൻവിജിലേറ്റേഴ്സ് ചോദിക്കാറുണ്ട്. സോ അതെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജാവയിലെ മൾട്ടി ത്രെഡിങ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അത് കുറച്ചുകൂടെ റെയർ ആണ്, പക്ഷെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ
യൂഷ്വലി കോംപ്രഹെൻസീവ് വൈവയും പ്രൊജക്റ്റിൻ്റെ വൈവയും കൂടി കൂട്ടി കലർത്തുന്ന സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഇവാലുവേഷൻ്റെ സമയത്തായിരിക്കും നടക്കുക. നിങ്ങളുടെ പ്രൊജക്റ്റോ മിനി പ്രൊജക്റ്റിനെ പറ്റി മോസ്റ്റ്ലി വൈവയിൽ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ മിനി പ്രൊജക്റ്റ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സിൻ്റെ അടുത്ത് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നിങ്ങൾ നിൽക്കാനായിട്ട് പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ ലിമിറ്റഡ് നോളേജ് ആണെന്നുണ്ടെങ്കിലും ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് വളരെ ഹമ്പിളായിട്ട് ആൻസർ ചെയ്യണം. നിങ്ങൾ ബ്ലാബർ ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾ സെയിം സബ്ജക്റ്റുള്ള ടീച്ചേഴ്സ്, ഇപ്പം കമ്പ്യൂട്ടർ സയൻസിന് തന്നെ ടീച്ചേഴ്സ് ആയിരിക്കും ഓപ്പോസിറ്റിൽ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും ബ്ലാബർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ് ആയിട്ടും അവർക്ക് മനസ്സിലാവും നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നുള്ളൊരു രീതിയിൽ വരും. അറ്റംപ്റ്റ് ചെയ്യുക ആൻസർ ചെയ്യാനായിട്ട്, പക്ഷേ ഒരുപാട് തള്ളി മറിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. സോ നിങ്ങളുടെ വേ ഓഫ് ആൻസറിങ്ങും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് കോംപ്രിഹെൻസീവ് വൈവയ്ക്ക് നമുക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസോ ഒരു പാറ്റേൺ ഒന്നും നമുക്കില്ല. സോ ബെസ്റ്റ് വുഡ് ബി നിങ്ങൾ ഇപ്പോൾ തന്നെ ചെന്ന് നിങ്ങളുടെ S3 to S8 വരെയുള്ള കോഴ്സ് സബ്ജക്ട്സ് നോക്കുക, അതിൻ്റെ സിലബസുകൾ നോക്കുക. എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 to maximum how much ever you want നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സിലബസ് നോക്കി നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകൾ അറിയാവുന്നതിനനുസരിച്ച് നിങ്ങളത് മാർക്ക് ചെയ്ത് പോകാം. അറിയാത്ത ടോപ്പിക്കുകൾ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. സോ ഹോപ്പ് യു ഓൾ ഡു വെൽ ഇൻ യുവർ കോംപ്രിഹെൻസീവ് വൈവ. ഓൾ ദി ബെസ്റ്റ്.